أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم وبارك على سيد المرسلين وآل كل وصحابة أجمعين اللهم اغفر لي ولأستاذي ولمصنفي هذا الكتاب. നമ്മളെന്താ പറഞ്ഞിരുന്നത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ അഖീദയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതെ അതെ, അഖീദയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അഖീദയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ അസ്മാ, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ പുതിയൊരു പാർട്ടിലേക്ക് കടക്കുകയാണ്. അഥവാ അമ്പിയാക്കൾ, മുർസലിങ്ങൾ, അവരെ കുറിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അമ്പിയാക്കൾ, മുർസലിങ്ങൾ, അവരെ കുറിച്ചുള്ള വിശ്വാസം എങ്ങനെയാവണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ അംബിയാഉ വറുസുലു, അതാണ് ഇന്ന് ചർച്ച. ആരെങ്കിലും ഒരാൾ വായിച്ചാലോ ഷാറാവൂലേ? ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാൻ ആരാ വരുന്നേ? നോക്കി. തഫ്സീലു ഖംസത്തിൻ വഇശ്രീന ലസിം കുല്ല മുകല്ലഫിൻ ഫഹഖിഖ് വഗ്തനിം. അംബിയ മുർസലിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും കിതാബില്ലേ? കിതാബ് എല്ലാവരുടെ അടുത്തും ഇല്ലേ? ഓക്കെ, അതിൽ നോക്കിയാൽ മതി. നമ്മൾ ആപ്ലിക്കേഷനിൽ നോക്കിയാൽ മതി, അതിലുണ്ട് കിതാബ്. ഇതിൽ നോക്കാം. ഞാൻ അയച്ചു തരാം. ആ കിതാബാണ് നമ്മളിപ്പോ ഓതുന്നേ. അതെ, അഖീദത്തുൽ അവാമിൽ 11ാമത്തെ ബൈത്ത് നമ്മളിപ്പോ ഓതുന്നേ. ആയിക്കോട്ടെ. അർസല അംബിയാ ദവി ഫത്താന ബിസ്സദ്ഖി വത്തബ്ലീഗി വൽ അമാന. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കന്മാരെ അയച്ചു. എന്താണ് അവരെ പ്രത്യേകത? ദവി ഫത്താന. നിങ്ങളെ മൈക്ക് ഓഫ് ആയിക്കോളെ. ദവി ഫത്താന, ബുദ്ധി കൂർമ്മതയുള്ളവരാണ് അമ്പിയാക്കന്മാര്. ഒന്നാമത്തെ അവരുടെ വിശേഷണം എന്താ? ഫത്താനത്താണ്, ബുദ്ധി കൂർമ്മത. നല്ല ബുദ്ധി കൂർമ്മത ഉണ്ടാവും അവർക്ക്. കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനൊക്കെ ഉള്ള ശക്തമായ ബുദ്ധിശക്തി ഉണ്ടാവും. അതുപോലെ തന്നെ ബിസ്സദ്ഖി വത്തബ്ലീഗി വൽ അമാന, അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്? സിദ്ഖ് ഉണ്ടാവും. ഒരു നബിയും കളവ് പറയൂല. ഒരു നബിയും കളവ് പറയൂല. വത്തബ്ലീഗി, തബ്ലീഗ്, ഓലെ വിശേഷണം എന്ന് പറഞ്ഞാല് ഓല് പ്രബോധനം നടത്തും. നബിമാരെ എന്ത് നടത്തും? അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അത് സമുദായത്തിന് പറഞ്ഞു കൊടുക്കും. വൽ അമാന, അതുപോലെ അവരെ മറ്റൊരു വിശേഷണമാണ് അവര് വിശ്വാസ്യതയുള്ള ആളുകളായിരിക്കും. അമാനത്തുള്ള ആളുകളായിരിക്കും. അവര് വിശ്വാസ്യതയുള്ള ആളുകളായിരിക്കും. എന്താ ഒന്നാമത്തെ വിശേഷണം പറഞ്ഞത്? ഫത്താന, ബുദ്ധി കൂർമ്മതയായിരിക്കും അവർക്ക്. അപ്പോ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയായിട്ട് ഒറ്റ തവണ പറഞ്ഞു കൊടുത്താൽ പിന്നെ നബി തങ്ങൾ മറക്കൂല. അത് പിന്നെ രണ്ടാമത് എന്തായിരുന്നു ചോദിക്കേണ്ട അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാവൂല. ജസ്റ്റ് ആശയം പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അതിന്റെ വിശദീകരണങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരും. കാരണം അത്രയും
അതുകൊണ്ടാണല്ലോ ഈ ഹദീസുകൾ എന്തുകൊണ്ടാണ് തെളിവാകുന്നത്? അത് ഖുർആനിന്റെ വിശദീകരണമാണ്. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധി കൂർമ്മത എന്ന് പറയുന്നത് അപാരമാണ്. മറ്റു നബിമാരെല്ലാവരും ഭയങ്കര ബുദ്ധിശക്തിയുള്ള ആളുകളാണ് അവർ. അതുപോലെ സിദുക്കുണ്ട്. അവര് സത്യസന്ധന്മാരായിരിക്കും. ഒരാളും കളവ് അറിയില്ല എന്ന് പറയുമ്പോൾ മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അവര് സത്യമായ ഒന്നിനെയും കളവാന്ന് പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവരെ പറ്റി ഒരു കളവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബി കളവ് പറഞ്ഞു തോന്നിക്കുന്ന രൂപത്തിൽ വല്ലവനും പറഞ്ഞു വന്നാൽ അത് പൊട്ടത്തെറ്റാണെന്ന് മനസ്സിലാക്കണം. കാരണം നബിമാർ ഒരിക്കലും കളവ് പറയൂല. നബിമാര് കളവ് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? നബിമാര് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കളവ് പറഞ്ഞാൽ ഇപ്പൊ അള്ളാഹുവിൽ നിന്ന് ഈ ആയത്ത് കൊണ്ടുവന്നതും ഒരു പക്ഷെ കളവാവുമല്ലോ. സോ അവരിൽ നിന്ന് അത് സംഭവിക്കുകയേ ഇല്ല. നബിമാരിൽ നിന്ന് കളവ് സംഭവിക്കുകയേ ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? അവര് ബിംബങ്ങളെല്ലാം വെട്ടിയിട്ടു, പൊളിച്ചിട്ടു. അപ്പൊ ആൾക്കാർ കുറച്ച് കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ എല്ലാ ബിംബം തകർന്നു കിടക്കാണ്, അവരാരാധിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഒരു ബിംബം മാത്രം, ഏറ്റവും വലിയ ബിംബം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അതിനെ പൊളിച്ചിട്ടില്ല ഇബ്രാഹിം നബി. അപ്പൊ അവര് ചോദിച്ചു, എത്താണ് ഇവരെ ഈ ബിംബങ്ങളൊക്കെ ആരാ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബി പ്രതികരിച്ചു, അത് ഈ കാണുന്ന വലിയ ബിംബം ചെറിയ ബിംബങ്ങളെല്ലാം പൊളിച്ചതാണ്. ഈ കഥ നിങ്ങൾക്ക് അറിയില്ലേ? വിശുദ്ധ ഖുർആനിലുള്ള കഥയാണ്. ആരെങ്കിലും ഇതിനു മുന്നേ കേട്ടിരുന്നു ഈ കഥ? ആരും പ്രതികരിക്കുന്നില്ലല്ലോ. കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ബിംബങ്ങളെ പൊളിച്ചു. ഒരു ബിംബത്തെ, ഏറ്റവും വലിയ ബിംബത്തെ മാത്രം ബാക്കി വെച്ചു. അവരുടെ ഒരു ആഘോഷ ദിനത്തിൽ അവരൊക്കെ പുറത്തുപോയ സമയത്താണ് അത് ചെയ്തത്. അപ്പോ ആരാണ് ഈ ബിംബത്തെ എല്ലാം പൊളിച്ചത് എന്ന ചോദ്യം വന്നപ്പോ ഇബ്രാഹിം നബി പ്രതികരിച്ചത് എന്താ? ബൽ ഫഅലഹു കബീറുഹും, അത് ചെയ്തത് ഈ വലിയ ബിംബമാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇബ്രാഹിം നബിയാണ് പൊളിച്ചത്. ഇബ്രാഹിം നബി പൊളിച്ചിട്ട് ആരാ ചെയ്തെന്ന് നോക്കുമ്പോൾ വലിയ ബിംബം ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ അത് കളവാകൂലേ? ഇത് വിശുദ്ധ ഖുർആനിലുള്ള കാര്യമാണ്. ബൽ ഫഅലഹു കബീറുഹും. എന്തതിന്റെ മറുപടി? അതിന്റെ മറുപടി എന്ന് പറഞ്ഞാല് അത് കളവല്ല, അത് അവര് മനസ്സിലാക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചതാണ് ശരിക്കും. ഈ ബിംബത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് ഓലിക്കും അറിയാം, ഇബ്രാഹിം നബിക്കും അറിയാം. എന്നിട്ടത് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? അപ്പൊ അതിനു പോലും കഴിയാത്ത ഈ വലിയ ബിംബത്തിന് ഈ അതുപോലെ സ്വന്തം എന്താ പറയാ അക്രമത്തെ തടയാൻ കഴിയാത്ത ഈ ചെറിയ ബിംബങ്ങൾക്ക്, ഈ ചെറിയ ബിംബങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ വലിയ ബിംബത്തിന്, ഇതിനെയൊക്കെയാണ് ആരാധിക്കുന്നത്. ഇതിനെയല്ല ആരാധിക്കേണ്ടത്, ഞാൻ പറയുന്ന അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന ആശയം വളരെ സിമ്പിളായിട്ട് സമർത്ഥിക്കാണ് അവിടെ ചെയ്തത്. അത് കണ്ടാൽ തന്നെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയും, വിശുദ്ധ ദീനിലേക്ക്, തൗഹീദിലേക്ക് വരാൻ കഴിയും. അപ്പോ ബുദ്ധിപരമായി അവരെ ചിന്തിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്തത്, അതല്ലാതെ കളവ് പറയുകയല്ല ചെയ്തത്. ഇതേ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നബിമാരിൽ നിന്ന് കളവ് ഒരിക്കലും സംഭവിക്കൂല. അപ്പൊ കളവ് സംഭവിക്കുന്നു എന്ന് തോന്നിക്കുന്ന സാഹചര്യങ്ങള് അത് യഥാർത്ഥത്തിൽ കളവുകളല്ല. അത് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടും ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞതാണ്. ഡൗട്ട് മാറിയോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി തബ്ലീഗ്, അവരെ മറ്റൊരു വിശേഷണമാണ് തബ്ലീഗ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നുണ്ട്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല, നമ്മൾ ഒരാളെയും ശിക്ഷിക്കൂല, ഹത്താ നബ്അസ റസൂല, ഒരു പ്രവാചകനെ അയച്ചതിന് ശേഷമല്ലാതെ. എന്ന് പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. നബിമാരെ അയക്കും, അവര് മതനിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, അവര് വിട പറഞ്ഞു പോകും. അതിനുശേഷമുള്ള സമുദായം, അവരെ പിൻപറ്റാൻ കൽപ്പിക്കപ്പെടുന്ന വിഭാഗം ആളുകള്
അവരിത് കേൾക്കണം, മനസ്സിലാക്കണം, ഈ സത്യം ഉൾക്കൊള്ളണം എന്നതാണ് കൽപ്പന. അങ്ങനെ നബിമാരുടെ ഈ സന്ദേശം എത്താത്ത ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, മക്കയില് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജീവിച്ചത്. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശേഷം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അതിന്റെ ഇടയിൽ എന്താണ് ഇസ്ലാം, എന്താണ് തൗഹീദ് എന്ന് അറിയാതെ കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ഇബ്രാഹിം നബിയുടെ സന്ദേശമോ അതിനുശേഷം വന്ന ഇസ്മായിൽ നബിയുടെ സന്ദേശമോ മറ്റ് നബിമാരുടെ സന്ദേശമോ ലഭിക്കാതെ മരിച്ചുപോയ ആളുകളെ പറ്റി പറയുന്നത് അഹ്ലുൽ ഫത്രത്ത് എന്നാണ് പറയുന്നത്. അഹ്ലുൽ ഫത്രത്ത് എന്താ പറയുന്നത് അവരെ പറ്റിയിട്ട്? എല്ലാരും ഒന്ന് പറയും, എന്താ പറയുന്നത്? അഹ്ലുൽ ഫത്ര, അഹ്ലുൽ ഫത്രത്ത് എന്നാണ് അതിനെ പറ്റി പറയുന്നത്, അവരെ പറ്റിയിട്ട്. അയവ. അപ്പൊ അവർക്ക് എന്തില്ല, ശിക്ഷയില്ല എന്നതാണ് പ്രബലം. ഓക്കെ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 നബിമാരെ വിവിധ ഘട്ടങ്ങളിലായിട്ട് അയച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ഒരു നബിയുടെ സന്ദേശവും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് അഹ്ലുൽ ഫത്രത്ത് എന്നത്. അത് വളരെ വിരളമാണ് അങ്ങനത്തെ വിഭാഗങ്ങൾ. കാരണം ഏകദേശ കാലഘട്ടത്തിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നബിമാരെ അയച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരലോടുകൂടെ ലോകം മൊത്തം ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ സന്ദേശം എത്താത്ത ഒരു സ്ഥലം ഇന്ന് ലോകത്ത് എവിടെയുള്ളത്? അത്രയ്ക്കും ഇസ്ലാം എന്താണ് എന്നുള്ളത് പ്രചരിച്ചു പോയിട്ടുണ്ട്. ആ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സ്വഹാബത്തും അതിനുശേഷമുള്ളവരൊക്കെ ഒരുപാട് ദൂരങ്ങൾ താണ്ടിക്കൊണ്ട്, എന്താ പറയാ, ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കൊണ്ട് ഓരോ നാടുകളിലെത്തി ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. ആ ഒരു ഭാരം ചുമലിലേറ്റിക്കൊണ്ടാണ് അവരെത്തിയത്. അപ്പോ തബ്ലീഗ്, എല്ലാ നബിമാരും തബ്ലീഗ് ചെയ്യും. കാരണം അങ്ങനെ തബ്ലീഗ് ചെയ്താലേ ആളുകൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയുള്ളൂ എന്നതാണ് അവരുടെ അടുത്ത മൂന്നാമത്തെ വിശേഷണം. നാലാമത്തെ വിശേഷണമാണ് അമാനത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ഇസ്ലാമിന്റെ മുന്നേ തന്നെ ഇസ്ലാമിന് ശേഷവും ആളുകള് വദീഅത്ത് ഏൽപ്പിക്കാറുണ്ട്, പണം സൂക്ഷിക്കാൻ ഏൽപ്പിക്കാറുണ്ട്. അന്ന് കള്ളവും കൊലയും എല്ലാം നിലനിന്നിരുന്ന ആ ജാഹിലിയ കാലഘട്ടത്തിൽ സംസ്കാരം എന്താണെന്നറിയാത്ത ഒരു ജനത അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് അവരെ വിലപ്പെട്ട ധനം അത് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ഒരു ലോക്കർ പോലെ അവർക്ക് അത്രയും ഉറപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ അമീൻ എന്ന പേര് വന്നത്. ഇന്നി ലക്കും റസൂലുൻ അമീൻ വിശുദ്ധ ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും വിശ്വസ്തനാണ്. പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന ആയത്ത് വന്നപ്പോ, പ്രബോധനം കൊണ്ട് പരസ്യ പ്രബോധനം, ആദ്യം രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം ഉണ്ടായിരുന്നത്. ദാറുൽ അർക്കമിൽ വെച്ച് ഒരാളുകളെ ഇങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ പ്രബോധനം ചെയ്യലായിരുന്നു. അതേസമയം പരസ്യ പ്രബോധനത്തിന് കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖുറൈശികളെ ഒന്നാകെ വിളിച്ചു. ഓരോ ഗോത്രക്കാരെയും വിളിച്ചു. വരി 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 വരി, എല്ലാവരും വരി, ഓടി വരി, കാര്യപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് ആദ്യമായിട്ട് ചോദിച്ചത്, ഈ മലയുടെ പുറം ഭാഗത്ത് നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തായിരുന്നു അവരെ മറുപടി? ഓഫ് കോഴ്സ് ഞങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങൾ ഇതുവരെ നമ്മോട് കളവ് പറഞ്ഞിട്ടില്ല. ഇതുവരെ കളവ് പറയാത്ത ഒരാൾ പെട്ടെന്നൊരു കളവ് പറ എങ്ങനെ? ആ രൂപത്തിൽ വിശ്വാസ്യതയുള്ള വ്യക്തിയാണ്, വ്യക്തിത്വമുണ്ട്, വിശ്വാസ്യതയുണ്ട്.
പറയുന്ന കാര്യങ്ങൾ അത് വെറുതെ പോംവാക്കായിട്ട് വെറുതെ പറയുകയില്ല. എല്ലാം കൃത്യമായ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്ന വിശ്വാസം അവർക്കുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നാലേ എന്തുണ്ട്, ഇസ്ലാമിന്റെ മഹത്തായ ആശയം അവർക്ക് അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്തത്. അപ്പോഴാണ് നമ്മളെ അബൂലഹബ് എന്ത് പറഞ്ഞേ, തബ്ബൻ ലക, എന്താ പറഞ്ഞത്, തബ്ബൻ ലക, നിനക്ക് ശാപം എന്നർത്ഥം വരുന്ന പദപ്രയോഗം നടത്തി. പടച്ചോന് സഹിച്ചില്ല. പടച്ചോന് അന്നേരം തന്നെ റീപ്ലൈ എടുത്തെന്താ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബ് നശിച്ചു പോയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ആയത്ത് എല്ലാവരും ഓതും അല്ലേ. നമ്മളെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, അമാനത്ത് ഉണ്ടായിരുന്നു, വിശ്വാസ്യത ഉണ്ടായിരുന്നു. ആ വ്യക്തിത്വത്തിൽ ഒരാൾക്കും കളങ്കം പറയാനില്ലായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാം, ലഖദ് ലബിസ്തു ഫീക്കും ഉമുറൻ അഫലാ തഅഖിലൂൻ, നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറഞ്ഞ ആയത്താണ്. എന്താ നബി നിങ്ങൾ ചോദിക്കേണ്ടത് അറബികളോട്, ലഖദ് ലബിസ്തു ഫീക്കും സിനീൻ അഫലാ ലഖദ് ലബിസ്തു ഫീക്കും ഉമുറൻ, ഞാൻ കുറെ കാലം നിങ്ങളടുത്ത് ജീവിച്ചു. 40 കൊല്ലം ജീവിച്ചില്ല, നിങ്ങളുടെ മുന്നിൽ തന്നെയല്ല ഞാൻ ജീവിച്ചത്. ഞാൻ ഏതെങ്കിലും ഒരു വീടിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ അടച്ചിരുന്ന് 40 വർഷം ജീവിക്കുകയാണ് ചെയ്തത്. അല്ല, നിങ്ങൾക്കിടയിൽ ഒരാളായിക്കൊണ്ടാണ് ഞാൻ ജീവിച്ചത്, ഒരു പൊതുപ്രവർത്തകനായിക്കൊണ്ടാണ്, ഒരു പരസഹായി ആയിക്കൊണ്ടാണ്, വളരെ വിശ്വാസ്യ യോഗ്യതയുള്ള വ്യക്തിയായിട്ടാണ് ഞാൻ ഇത്ര കാലം നിങ്ങളുടെ അടുത്ത് ജീവിച്ചത്. ആ വ്യക്തിത്വമുള്ള എൻ്റെ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ, കഴിഞ്ഞുപോയ സംവത്സരങ്ങളിൽ ഞാൻ വല്ല തെറ്റും ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു വിശ്വാസവഞ്ചന ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? അപ്പൊ ഞാൻ വഞ്ചിക്കൂല. അങ്ങനെയുള്ള ഞാൻ ഇപ്പൊ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വിശ്വസിക്കാൻ കഴിയാത്തത് എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അമാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ നബിമാരുടെയും വിശേഷണമാണ്. അതെല്ലാ നബിമാർക്കും ഉണ്ട് അമാനത്ത് എന്ന് പറയുന്നത്. ഒരു നബിയും എന്ത് ചെയ്തിട്ടില്ല, വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന, കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അവരുടെ നാട്ടിൽ ചെയ്തിട്ടില്ല, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യൂല. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഇല്ലേ? അമാനത്ത് ഏൽപ്പിക്കുക നമ്മൾ പറയും, എന്നുവെച്ചാൽ സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതിനാണ് നമ്മൾ അമാനത്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഈ ഉത്തരവാദിത്തങ്ങൾ അമാനത്താന്ന് പറയും. ഖാളി സ്ഥാനം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. ഏതൊരു ജോലിയും അമാനത്താണ്. മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അമാനത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അതൊരു സൂക്ഷിപ്പ് സ്വത്ത് എന്ന അർത്ഥത്തിനാണ് അവിടെ പ്രയോഗിക്കുന്നത്. എന്ന് വെച്ചാല് വിശ്വാസത്തോടുകൂടെ ഏൽപ്പിക്കപ്പെട്ട ഒരു സാധനമാണ്. ശരിക്കും അമാനത്ത് പറഞ്ഞ വിശ്വാസ്യത എന്നുള്ളതാണ്, വിശ്വാസയോഗ്യത. ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ആ സാധനത്തിന് എന്തെന്നെ പറയും, അമാനത്ത് നമ്മൾ പ്രയോഗിക്കുന്നതേ. ഓക്കെ, അത് ധനം ആ രൂപത്തിലാണ്, സമ്പത്ത്, സന്താനങ്ങൾ എല്ലാം അമാനത്താണ്, ഉത്തരവാദിത്തങ്ങൾ അമാനത്താണ്. കാരണം വിശ്വാസത്തോടുകൂടെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി وجائز في حقهم من عرض بغير نقص كخفيف المرض وجائز في حقهم من عرض, അവർക്ക് ചില കാര്യങ്ങള്, ചില പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ചില ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ബിഗൈരി നഖ്സിൻ, പക്ഷെ അതൊന്നും അവരുടെ വ്യക്തിത്വത്തിന് കളങ്കം വരുത്തുന്നതാകൂല. നബിമാർക്ക് സംഭവിക്കുന്നതൊന്നും അവരെ വ്യക്തിത്വത്തിന് കളങ്കം വരുത്തുന്നതാകൂല. ഏതുപോലെ, ഹഫീഫിൽ മറലി, ചെറിയ രോഗം പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിച്ചിട്ടുണ്ട്, പല അസുഖങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കും. ഒരു മനുഷ്യൻ എന്ന നിലക്ക്
വരാൻ സാധ്യതയുള്ള സാധാരണ രോഗങ്ങളൊക്കെ വരും. അതേ സമയത്ത് ജനങ്ങൾ വലിച്ചെറിയുന്ന, എടുത്ത് എന്താ പറയാ, കണ്ടാൽ അറക്കുന്ന അങ്ങനത്തെ ഒരു രോഗവും ഒരു നബിക്കും വരൂല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യൂബ് നബിക്ക് ഓക്കെ, അയ്യൂബ് നബിക്ക് രോഗം വന്നിട്ട് അയ്യൂബ് നബീനെ എല്ലാരും ഒഴിവാക്കിയിട്ട് ഏതോ കൊണ്ടുപോയി ഇട്ട് അങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാരും ഒഴിവാക്കി എന്നൊക്കെയുള്ള കഥ കേൾക്കും. പച്ചക്കളവാണത്. മനസ്സിലായിക്കോളി, പച്ചക്കളവാണ്, വെറും ഖുറാഫത്താണത്. അങ്ങനെ ഒരു കഥ കേൾക്കുന്നുണ്ടെങ്കിൽ അത് പച്ചക്കളവാണ്. അത് വഅദ് പറയാനുണ്ടാക്കിയ ചില കിതാബുകളുണ്ട്, അതിലൊക്കെ കാണാം ആ സംഭവം. അതിനെപ്പറ്റി പൂർവകാല പണ്ഡിതന്മാരിൽ തന്നെ പലരും പറഞ്ഞത് ആ നിവേദനം തെറ്റാണ്, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും അവർക്ക് സംഭവിക്കുകയില്ല നബിമാർക്ക്. അപ്പൊ എന്താ, അയ്യൂബ് നബി പ്രയാസപ്പെട്ട് ലാസ്റ്റ് ദുആ ചെയ്തു എന്നൊക്കെണ്ടല്ലോ വിശുദ്ധ ഖുർആനില്. എന്തായിരുന്നു ആ രോഗം? ആ രോഗത്തെ പറ്റി പറഞ്ഞത്, വലിയ പണ്ഡിതന്മാര് പറഞ്ഞത്, അത് ശരീരത്തിലെ എല്ലിന്റെയും മാംസത്തിന്റെയും ഇടയിലുള്ള ഒരു ശക്തമായ വേദനയായിരുന്നു അത്. എന്താണ്? എല്ലിന്റെയും ഇറച്ചിയുടെയും മാംസത്തിന്റെയും ഇടയിലുള്ള അതിശക്തമായ ഒരു വേദന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ പരീക്ഷിച്ചു? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചു. അയ്യൂബ് നബി ദുആ ചെയ്തില്ല, കാലങ്ങളോളം അത് സഹിച്ചു. എന്നെ ഇത്ര കാലം ഈ വേദന, ഈ അസുഖമില്ലാതെ എനിക്ക് അല്ലാഹു തആല ആയുസ് തന്നില്ലേ? അപ്പൊ അത്ര തന്നെ കാലം എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷമല്ലേ എനിക്ക് ദുആ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് മഹാൻ ചിന്തിച്ചത്. ക്ഷമിച്ചു. അങ്ങനെ അവസാനം വേദന മൂർച്ഛിച്ച സമയത്ത് അള്ളാഹുവിൽ മുഴുകിയിട്ട് ലയിച്ചിരിക്കുന്ന ഈ ചിന്ത, ആ ഒരു അവസ്ഥക്ക് മാറ്റം വരുമെന്ന് ഭയന്നുപോയി. എന്ന് പറഞ്ഞാല് നബിമാര് അവര് ജനങ്ങളോട് സംസാരിക്കുന്നുണ്ടാകും, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടാകും, അവർക്ക് മാർഗദർശനം കൊടുക്കുന്നുണ്ടാവും, അവർക്ക് വയല് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവരുടെ മനസ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മഅരിഫത്തിൽ ലയിച്ചുകൊണ്ട് ആ ഒരവസ്ഥയിലുണ്ടാകാം. അങ്ങനെയുള്ള അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ആ അള്ളാഹുവിലുള്ള ലയനത്തിന് പ്രയാസമാകും എന്ന് തോന്നുന്ന രൂപത്തിൽ രോഗം അതിശക്തമായ ഘട്ടത്തിലാണ് മഹാൻ എന്ത് ചെയ്തത്? റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി. എന്താ ദുആ ചെയ്തത്? റബ്ബി ഇന്നി, എന്റെ രക്ഷിതാവേ, ഇന്നി വഹനൽ അളുമു മിന്നി, എന്റെ എല്ലുകള് ഭയങ്കര പ്രയാസത്തിലായിട്ടുണ്ട്. എല്ല് ഭയങ്കര പ്രയാസത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ശക്തി, എല്ലിനിപ്പോ എന്ന് വെച്ചാല് വേദന കാരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് ആ ഒരവസ്ഥ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അല്ലാതെ ജനങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ കണ്ടാൽ അറക്കുന്ന, മൂക്കുപൊത്തിയ ആൾക്കാർ നടക്കുന്ന അങ്ങനത്തെ ഒരു രോഗം ഒരു നബിക്കും വരൂല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പച്ചക്കളവാണ്, ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഓക്കെ, ഈ വിഷയത്തിൽ ആ അതെ, അയ്യൂബ് നബിക്ക് അങ്ങനെ കൽപ്പന വന്നു, വെള്ളത്തിൽ ഇതാക്കിയതിന് ആ സമയത്ത് അയ്യൂബ് നബിയുടെ അസുഖം മാറി. അത് ശരിയാണ്, അസുഖം മാറിയിട്ടുണ്ട്. അള്ളാന്റെ കൽപ്പന വന്ന് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അസുഖം മാറി. പക്ഷെ വിഷയം അതല്ല, അസുഖം എന്തായിരുന്നു? ആ അസുഖത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾ വെറുക്കുന്ന ഒരു അസുഖം ഒരു നബിക്കും വരൂല. അതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ നോക്കി, വജായിസുൻ ഫി ഹഖ്ഹിം മിൻ അറളി, അവർക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരാം, ബിഗൈരി നഖ്സിൻ, അവരുടെ വ്യക്തിത്വത്തിന്
കളങ്കം വരുത്തുന്ന അല്ലെങ്കിൽ ആൾക്കാർ ചെറുതായി കാണുന്ന രൂപത്തിൽ ആ ഒരവസ്ഥയിലുള്ള ഒരു നഖ്സ് വരുത്തുന്ന ന്യൂനതയായിട്ട് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അസുഖവും അവർക്ക് വരൂല നബിമാർക്ക്. അപ്പൊ വരുന്ന എന്താ ഉള്ളൂ, ഹഫീഫിൽ മറന്ന് ചെറിയ അസുഖങ്ങൾ, ചെറിയ രോഗങ്ങളൊക്കെ വരും. അതല്ലാതെ ജനങ്ങൾ കണ്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള അസുഖങ്ങൾ ഒരു നബിക്കും വരൂല എന്നാണ് നമ്മൾ ഇവിടെ വിശ്വാസം പഠിച്ചത്. ഇവിടായിട്ട് ഉറപ്പിക്കണം. ഇതല്ലാത്ത വേറെ എവിടെ എന്ത് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. ഈ വിഷയത്തിൽ ആരെന്ത് പറഞ്ഞാലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, തെളിവ് ഞാൻ തരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോള് പലരും പലരും ആ ഇപ്പൊ പലരും പ്രസംഗിക്കുന്നുണ്ടാകാം. അവര് കണ്ടത് ഏതെങ്കിലും ചില കിതാബുകളിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും അവര് കേട്ടത് ഏതെങ്കിലും വേദ പറയുന്ന ആള് പറഞ്ഞ് കേട്ടിട്ടായിരിക്കും. അങ്ങനെയല്ലാതെ, പക്ഷെ അത് ഞാൻ പറയുന്നത് അങ്ങനെ ചില നിവേദനങ്ങളുണ്ട്, അത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാര് തീർപ്പ് കൽപ്പിച്ചത്. അങ്ങനെ ഒന്നും അവരുടെ സംഭവത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ വന്ന നിവേദനങ്ങൾ അത് പച്ചക്കളവാണ്, പടച്ചുണ്ടാക്കിയതാണ്, അത് പ്രചരിച്ചതാണ്, അത് മനസ്സിലാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കുക, അയാൾ ആരോ പറയുന്നത് കേട്ടിട്ട് പറയാണ്, അയാൾക്ക് തെറ്റിപ്പോയതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വിശ്വാസം ആരെങ്കിലും പറഞ്ഞതിന് മാറ്റാൻ പാടില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു കഥ പറഞ്ഞതിന്റെ പേരിൽ നബിമാരെ കുറിച്ചിട്ടുള്ള നമ്മൾ ഈ പഠിക്കുന്ന വിശ്വാസം അതിലൊരു മാറ്റം വരുത്താൻ പാടില്ല. ഇനി എന്തുണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവേണ്ട വേറൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂതന്മാര് സിഹർ ചെയ്തു. ആ സിഹർ ബാധിച്ചു. ആ സിഹർ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ പനി വന്നു. അങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടായി. അതും ഇതിനെന്താവുന്നില്ല, എതിരാവുന്നില്ല. ഒരു മനുഷ്യൻ എന്ന നിലക്ക് അത് സംഭവിക്കും, അത് സംഭവിക്കാം, അത് അവരുടെ ഹക്കിൽ ജായിസാണ്. അതേസമയം സിഹിർ ബാധിച്ചിട്ട് ബുദ്ധിയും ഇതൊന്നുമില്ലാതെ, ബോധവും ഒന്നുമില്ലാതെ എന്തോ പറഞ്ഞു നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലത്തെ അവസ്ഥ ഒരു നബിക്കും വരൂല എന്ന് മനസ്സിലാക്കണം. അവിടെ മനുഷ്യന്മാരെ മുന്നിൽ ന്യൂനതയായിട്ട് ആൾക്കാർ എന്താണ് ഇയാൾ ഇങ്ങനെ എന്ന് കണക്കാക്കുന്ന രൂപത്തിൽ ഒരു അസുഖവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു നബിക്കും വരൂല. നബി തങ്ങൾക്ക് സിഹർ വന്നതോ, നബി തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. അത് സിഹിർ അള്ളാഹു സുബ്ഹാനഹു വതആല ബാത്തിലായി കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്ത്, ആ കിണറ്റിലാണ് ആ സിഹിർ ചെയ്തിട്ടത്. ആ കിണറ്റിൽ നിന്ന് അത് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ സിഹിർ ബാത്തിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഖുൽ അഊദു ബി റബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഈ രണ്ട് സൂറത്തുകൾ മുഅവ്വിദത്താനി എന്ന് അതിന്റെ പേര്. മുഅവ്വിദത്താനി എന്ന് പറഞ്ഞാല് സംരക്ഷണ കവചം ഒരുക്കുന്ന സൂറത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. മുഅവ്വിദത്താനി അഭയം നൽകുന്ന സൂറത്തുകളാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി പതിവാക്കേണ്ടതിൽ പെട്ടതാണ്. അപ്പോ പറഞ്ഞു വന്നത്, നബി തങ്ങൾക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൊന്നിട്ടുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാര് കൊന്നിട്ടുണ്ട്. 2 കഷ്ണമായി പിളർത്തിയിട്ട് നബിയെ കൊന്നിട്ടുണ്ട്. അതൊക്കെ മനുഷ്യനെന്ന നിലക്ക് അവർക്ക് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. ഇബ്രാഹിം നബീനെ നരകത്തിൽ തീയിലിട്ട സമയത്ത് ഇബ്രാഹിം നബിക്ക് ഒന്നും പറ്റിയില്ല. അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണ്. അള്ളാഹ് എന്താ തീരുമാനിക്കുന്നത് നടക്കും. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അള്ളാഹു താല അവർക്ക് ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും. വഖത്ലിഹിമുൽ അംബിയാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ജൂതന്മാര് അമ്പിയാക്കളെ കൊന്നു പറഞ്ഞു. ഒരു നബീനെ കൊന്നല്ല പറഞ്ഞ, ഒരുപാട് നബിമാരെ കൊന്നിട്ടുണ്ട് ജൂതന്മാര്. അപ്പോള് നബിമാരെ കൊന്ന കൗമാണ് ഈ ജൂതന്മാര്. അവരാരെയും കൊല്ലും. പറഞ്ഞു വന്നത്,
നബിമാർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിന്റെ അർത്ഥം അപ്പൊ എന്താ അള്ളാഹു താല അവരെ സംരക്ഷിച്ചില്ല എന്ന ചോദ്യമായിട്ട് വരണ്ട. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിച്ച് നടപ്പാക്കാം. അത് അള്ളാഹിന്റെ തീരുമാനാണ്. അതേസമയം ജനങ്ങളെ മുന്നിൽ വളരെ വില കുറച്ച് ഒന്നിനും പറ്റാത്ത 5 പൈസക്ക് വിലയില്ലാത്ത രൂപത്തിൽ ഒരു നബിയും ഒരു സമയത്തും ആവൂല എന്നതാണ് നമ്മുടെ വിശ്വാസം. ഞാനിപ്പോ ഊട്ടി പറഞ്ഞു തന്നത്. അത് മനസ്സിലിങ്ങനെ കൊത്തിവെച്ചോളി, അതൊരിക്കലും വിട്ടുപോകരുത്. ഇനി ഇസ്മത്തുഹും, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി. നമ്മൾ അടുത്ത വലിയൊരു വിഷയത്തേക്ക് പോവാണ്. ആർക്കും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതെ അതെ അങ്ങനെയുണ്ട്. ആ സംഭവത്തിൽ തന്നെ ഭക്ഷണം പൂർണ്ണമായി കഴിച്ച ഒരു സ്വഹാബി എന്ത് ചെയ്തിട്ടുണ്ട്? വഫാത്തായി പോയിട്ടുണ്ട്. ആ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വായിൽ വെച്ചപ്പോ തന്നെ അതിന്റെ എന്തുണ്ട്? വിവരം ലഭിച്ചു, ഇത് വിഷമുള്ള ഭക്ഷണമാണ്. അങ്ങനെ ഒഴിവാക്കി. പക്ഷെ എന്നിട്ടും അതിന്റെ അസർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, ഇല്ല എന്നും പറയപ്പെടുന്നു. ഉണ്ട് എന്നുള്ളത് തന്നെ വെക്കാം നമുക്ക്. അങ്ങനെ വെക്കുകയാണെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഒരു മനുഷ്യൻ എന്ന നിലക്ക് സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈർച്ച വാളുകൊണ്ട് മുറിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതവർക്ക് സംഭവിക്കാമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം ഏൽക്കാം, സിഹിർ ബാധിക്കാം. ഇതൊക്കെ മനുഷ്യന്മാർക്ക് വരുന്ന സാധനമാണ്, നബിക്കും വരും. അങ്ങനെ ഒന്നും വരൂല, ഒന്നും സംഭവിക്കൂല. നബി തങ്ങളെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്, മുഖത്ത് നിന്ന് മുറിവ് വന്നിട്ട് ഉഹദിൽ രക്തമൊലിച്ചു വീണിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് സംഭവിക്കും. അതൊന്നും ജനങ്ങൾ ഒഴിവാക്കുന്ന രൂപത്തില്, ജനങ്ങൾ വെറുപ്പോടുകൂടെ അറപ്പോടുകൂടെ കാണുന്ന രൂപത്തിലുള്ള ന്യൂനതകളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞതൊന്നും അതിനെതിരല്ല. ഇനി ഇനി നബിമാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷണമാണ് ഇസ്മത്തുഹും. ഇസ്മത്തുഹും കസാഇരിൽ മലായിക വാജിബത്തുൻ വഫളലുൽ മലായിക. ഇസ്മത്ത് നബിമാരുടെ ഏറ്റവും വലിയ ഒരു വിശേഷണമാണ് ഇസ്മത്ത്. പാപ സംരക്ഷണം എന്ന് പറയാം അതിന്. എന്താ അർത്ഥം ഇസ്മത്തിന്റെ? എല്ലാവരും ഒന്ന് പറയും, ഇസ്മത്തിന്റെ അർത്ഥം എന്താ? ബഷീർക്ക് അസ്ബീർക്കും ജൻഷീർക്കും ഇല്ല ഇവിടെ. ജൻഷീർക്കടെ. ഓക്കെ, ബഷീർക്കോ? കട പൂട്ടിയോ? അപ്പോള് നബിമാർക്ക് പാപസുരക്ഷിതമുണ്ട്, പാപങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറഞ്ഞാല് അവരിൽ നിന്ന് ചെറുദോഷമോ, ശരിക്കും മനസ്സിലായിക്കോളൂ കേട്ടോ, നബിമാരിൽ നിന്ന് ഒരു നബിയിൽ നിന്നും ചെറുദോഷമോ വൻദോഷമോ കറാഹത്ത് പോലുമോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഒന്നുകൂടി, കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെയ്യരുത് എന്ന് കൃത്യമായി കൽപ്പന വന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയാ? കറാഹത്ത് എന്ന് പറയാ. അത് ഒരിക്കലും ചെയ്യരുത് എന്നുള്ള രൂപത്തിലാണ് വന്നെങ്കിൽ ഹറാമാവും. ചെയ്താല് കുറ്റമൊന്നുമില്ല എന്നുള്ളതിന് വേറെ തെളിവുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്ത് പറയും? കറാഹത്ത് എന്ന് പറയും. നമ്മൾ പറഞ്ഞ കറാഹത്തിലും ചെയ്യരുത് എന്നുള്ള കൽപ്പന വരും. സോ നബിമാര് പടച്ചോൻ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂല. എന്നുവെച്ചാല് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം അവര് ചെയ്യാതിരിക്കുകയും ചെയ്യൂല. രണ്ടും പാപാണ്. നിരോധിച്ച ഒരു കാര്യം ചെയ്യലും നിർബന്ധിച്ച ഒരു കാര്യം ചെയ്യാതിരിക്കലും തെറ്റാണ്. അത് രണ്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. ചെറുദോഷം ഉണ്ടാവില്ല, വൻദോഷം ഉണ്ടാവില്ല, കറാഹത്ത് പോലും ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ. ഖിലാഫുലൗല പോലും ഉണ്ടാവില്ല, ഖിലാഫുലൗല ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ. അങ്ങനെയാണ്. അതാണ് നബിമാര് എന്ന് പറഞ്ഞാൽ. നബിമാർക്ക്
ചെറുദോഷമോ വൻദോഷമോ കറാഹത്തു ഖിലാഫുൽ ഔല ഇതൊന്നും സംഭവിക്കൂല. മനഃപൂർവ്വം മറന്നിട്ടും അങ്ങനെ സംഭവിക്കൂല. കേട്ടോളെ, ശരിക്കും മനസ്സിലായിക്കോളെ. അംദൻ വലാ സഹവൻ, അംദൻ വലാ സഹവൻ, മറന്നുകൊണ്ടും തെറ്റ് ചെയ്യൂല ഓല്, മനഃപൂർവ്വം തെറ്റ് ചെയ്യൂല. അങ്ങനത്തെ പോലാണ് നബിമാര് എന്ന് പറയുന്നത്. എന്തേലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചെറുദോഷം എന്ന് പറഞ്ഞാല് വൻദോഷങ്ങളല്ലാത്ത ഭാവങ്ങൾക്കാണ് ചെറുദോഷങ്ങൾ എന്ന് പറയുന്നത്. വൻദോഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഹദീസിലൊക്കെ വന്നിട്ടുള്ള ദോഷങ്ങളാണ്. ഉദാഹരണത്തിന് കൊല്ലല്, വ്യഭിചാരം, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ, ഇതൊക്കെ വൻദോഷങ്ങളുടെ കാറ്റഗറിയിലുള്ളതാ. ചെറുദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെറിയ ദോഷം, പ്രശ്നമില്ലാത്ത ദോഷം എന്ന അർത്ഥത്തിനല്ല. പ്രശ്നങ്ങൾ തന്നെയാണ്, എല്ലാം ദോഷം പ്രശ്നം തന്നെയാണ്, എല്ലാ ഹറാമും പ്രശ്നം തന്നെ. അതേസമയത്ത് ഇത് ഒരാളെ കൊല്ലുക, വ്യഭിചരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പീക്ക് ലെവലിലുള്ള തെറ്റുകളാണ്. അതുകൊണ്ടാണ് വൻദോഷം എന്ന് പറയുന്നത്. അത്ര തന്നെ ഇല്ല എന്ന അർത്ഥത്തിലാണ് ചെറുദോഷം എന്ന് പറയുന്നത്. ഇത് ചെറുദോഷാണ്, ഇത് ചെറിയ തെറ്റല്ല എന്ന് വിചാരിച്ച ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും വൻദോഷാവും. വൻദോഷത്തിന്റെ ഗണത്തിൽ പടച്ചോൻ. ഐ അന്യസ്ത്രീയെ നോക്കല് ചെറുദോഷാണ്. എന്നാൽ ഒരാള് ഇത് ചെറുദോഷല്ലേ, ചെറിയ ദോഷമല്ലേ ആവുള്ളൂ എന്ന് വിചാരിച്ചൊരു പെണ്ണിനെ ഇങ്ങനെ നോക്കാൻ നിന്നാലോ അപ്പൊ അത് വൻദോഷാവും എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ പറയുന്നുണ്ട്. ഏതുപോലെ ഒരു പണ്ഡിതൻ വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പബ്ലിക്കായിട്ട് ഒരു ചെറുദോഷം ചെയ്ത് നോട്ടിക്കോളി നിങ്ങള്, അതും വൻദോഷായിട്ടാണ് വിടുക. കാരണം അവൻ ഇസ്ലാമിന്റെ ഷിയാർ വെച്ചിട്ടാണ് ആ തെറ്റ് ചെയ്തത്. അതിന്റെ പേരിൽ അത് വൻദോഷമായിട്ട് പടച്ചോനെ ചെയ്താ. ചിലപ്പോൾ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നമായിട്ടാണ് അത് ഭവിക്കുക. കാരണം ഓൻ ചെയ്യുന്ന കാരണം പല ആളുകളും അത് പിൻപറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുദോഷം വൻദോഷം എന്നൊക്കെ പറയുന്നത് എങ്ങനെ മാറി മറിയുന്ന സാധനമാണ്. അപ്പോൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ദോഷം വലിയ ദോഷം എന്നില്ല. അതേസമയത്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞ ആളെ പറ്റിയിട്ട് ചെറുദോഷങ്ങൾ അവനിക്ക്, നമ്മൾ എത്ര തെറ്റ് ചെയ്യാതിരിക്കണം തോന്നിയാലും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ, സംസാരത്തിൽ വരുന്ന പിഴവുകൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പടച്ചോന് പുറത്തു തരും. നല്ല കാര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചാൽ, മനഃപൂർവ്വം ചെയ്താലല്ല ആ പറഞ്ഞത്. ഇതാണിപ്പോ ചെറുദോഷം വൻദോഷം എന്ന് പറയുന്നത്. നബിമാരെ ഹക്കില് അവര് മറന്നുകൊണ്ടോ ബോധപൂർവമോ ഒരു നിലക്കും ചെറുദോഷം ചെയ്യൂല, വൻദോഷം ചെയ്യൂല, കറാത്ത് പോലും ചെയ്യൂല. അതാണ് നബിമാർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ആദൻ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? പഴം തിന്നിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തുനിന്ന് പുറത്താക്കിയില്ലേ? തെറ്റ് ചെയ്തിട്ട് സ്വർഗത്തുനിന്ന് പുറത്താക്കിയില്ലേ? മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ കൊന്നിട്ടില്ലേ? എന്തൊക്കെ നിങ്ങൾ ചോദിക്കൂ. എന്നുവെച്ചാല് തെറ്റ് സംഭവിച്ചില്ല, തെറ്റ് സംഭവിച്ചിട്ട് തൗബ ചെയ്തു എന്നല്ല അപ്പൊ വരും നിങ്ങൾ പറഞ്ഞ പ്രകാരം. ആ എന്നാ അങ്ങനെയല്ല. നമ്മളിവിടെ പഠിച്ചെന്താന്ന് വെച്ചാല് ചെറുദോഷമോ വൻദോഷമോ അവരിൽ നിന്ന് സംഭവിക്കാനില്ല, എന്നിട്ടല്ല തൗബ ചെയ്യല്. എന്താ പറയാനുള്ളത്? അപ്പോ ആദൻ നബി അലൈഹിസ്സലാം കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം കഴിച്ചതോ എന്ന ക്വസ്റ്റ്യൻ, അത് ആ ആയത്ത് കറക്റ്റ് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. ശരിക്കും മനസ്സിലായിക്കോളി, ഇവിടുന്ന് മനസ്സിലായിക്കോളി, വിട്ടുകൊണ്ട. നബിമാര് അവരെ ജീവിതത്തിൽ നുബുവത്തിന് മുമ്പോ ശേഷമോ അള്ളാഹു താല ചെയ്യരുത് എന്നൊരു പറഞ്ഞ സാധനം, വിരോധിക്കപ്പെട്ട ഒരു സാധനം നുബുവത്തിന് മുന്നോ ശേഷം അവരുടെ ലൈഫിൽ സംഭവിക്കൂല. ആദ്യ നബി തെറ്റ് ചെയ്യാന്നുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസമല്ല, മുഅ്മിനീങ്ങളുടെ വിശ്വാസമല്ല, അഹ്ലുസുന്നന്റെ വിശ്വാസമല്ല. അങ്ങനെ വിശ്വാസമുള്ള പല വിദേഹത്തിന്റെ കക്ഷികളും ഉണ്ട്. നമ്മളെ വിശ്വാസം അതല്ല. നബിമാർക്ക് ഇസ്മത്ത് ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ തെളിഞ്ഞ യാഥാർത്ഥ്യമാണ്. അപ്പൊ അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചു എന്ന് തോന്നിക്കുന്ന വല്ല സൂക്തവും ഉണ്ടെങ്കിൽ
അതിനെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. വിശുദ്ധ ഖുർആൻ നേരെ എടുത്തിട്ട് അസാ ആദമു റബ്ബഹു, ആദം നബി റബ്ബിനോട് തെറ്റ് ചെയ്തു, ഫഗവ, ആദം നബി പിഴച്ചുപോയി എന്നാണ് വാക്കർത്ഥം അതിന്റെ വരുന്നത്. അള്ളാഹ് കാക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഡിക്ഷണറി വെച്ചിട്ട് അർത്ഥം വെച്ചാലുള്ള പ്രശ്നമാണ്. കേരളത്തിൽ വഹാബികൾ പറഞ്ഞെന്താ, അബുലാല മൗദൂദി പറഞ്ഞത് എന്താ, വിശുദ്ധ ഖുർആൻ അർത്ഥം വെക്കാൻ ഒരു ഡിക്ഷണറി തന്നാൽ മതി എനിക്ക്. ഒരു ഡിക്ഷണറി വെക്കുക, നേരെ അർത്ഥം വെക്കുക, അത്രേ ആവശ്യമുള്ളൂ. ഈ കാണുന്ന തഫ്സീറിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. മുതലാളിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഈ ആയത്തിനൊന്ന് അർത്ഥം വെച്ച് നോക്ക്. ആദം നബി തെറ്റ് ചെയ്തു, അങ്ങനെ പിഴച്ചുപോയി. അങ്ങനെ സംഭവിക്കൂല നബിമാരുടെ ജീവിതത്തില്. അപ്പൊ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ ശരിക്കും മനസ്സിലായിക്കോളി, ശരിക്കും മനസ്സിലായിക്കോളി. ആദം നബി അലൈഹിസ്സലാമ് സ്വർഗത്തില്, നിങ്ങളില്ലേ, ഇവിടെ ഇല്ലേ? ഇത് കാര്യപ്പെട്ട ഇൽമാണ്, എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടൂല, എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ടാ പറയുന്നത്. ആദം നബി അലൈഹിസ്സലാം, ഇത് എന്റെ ഫഖറായിട്ട് പറയല്ല കേട്ടോ, നമ്മൾ ഉസ്താമാർ നമുക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അല്ലാതെ ഇതിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു റോളില്ല. ആദം നബി അലൈഹിസ്സലാം, ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തില് കഴിയുകയാണ്. അപ്പം പടച്ചോൻ പരിചയപ്പെടുത്തി കൊടുത്തു, ഇവിടെ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതിനെ നമ്മൾ പുറത്താക്കിയതാണ്, ഓനാള് പറ്റ പടക്കാണ്, ഓനിങ്ങളെ നാശാക്കാൻ വരും, സൂക്ഷിക്കണം എന്നൊക്കെ പടച്ചവൻ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ആദം നബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആദം നബി ഇബ്ലീസ് പറഞ്ഞത് കേട്ടിട്ട് ചെയ്യോ? ബുദ്ധി ആദം നബി വേണ്ട. ഇപ്പൊ നമ്മളോട് പറഞ്ഞാൽ പോലും പടച്ചവൻ ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യോ? നിങ്ങൾ ആരെങ്കിലും ചെയ്യോ? ഹേയ്, നിങ്ങളെന്താ പറയാത്തെ? നിങ്ങളോട് പടച്ചവനാ പറയുന്നത്, നിങ്ങൾ ആ ചങ്ങായി പറയുന്നത് കേൾക്കരുത്, ഒരിക്കലും ചെയ്യരുത്. ഈ പഴ എല്ലാ സ്വർഗത്തിൽ ഇഷ്ടം പോലെ പഴണ്ട്, പിന്നെ നിങ്ങൾ ആ പണി ചെയ്യോ? ബുദ്ധിപൂർവ്വം ചിന്തിച്ചാ പോരെ. ഇബ്ലീസിന്റെ കൂടെ പോകരുത് എന്നുള്ള പറയുന്നുണ്ട്, എന്നിട്ട് ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം പഠിച്ച ഒരാൾ ഇത് തെറ്റാണ് ബോധ്യപ്പെട്ട്, ഞാനും നിങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. പഠിച്ചോ നിങ്ങളോട് വന്ന് പറഞ്ഞേ ഈ പഴം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ചെങ്ങ ഇബ്ലീസാണ്, ഓനെ കാണാൻ കഴിയും നബിമാർക്ക്, നമ്മൾ ഇബ്ലീസിനെ കാണുന്നൊന്നുമില്ല. എന്നിട്ട് ആ ചെയ്യരുത് അത്രയും കൃത്യമായി വ്യക്തമായ സ്വർഗത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. മലായിക്കത്ത് ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മലക്ക് സ്വർഗത്തിൽ വെച്ചിട്ട് നിങ്ങളോട് അങ്ങനെ പറഞ്ഞ നിങ്ങൾ ചെയ്യോ? എന്നിട്ട് ആദം നബി ചെയ്തു എന്ന് പറയുന്നത് എന്തിനാ? അപ്പൊ ഖുർആനാ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഖുർആനാ പറഞ്ഞത്, അത് നേരെ അർത്ഥം വെച്ചാൽ നിങ്ങൾ പിഴച്ചു പോകും. ഖുർആനാ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ആദം നബി അലൈഹിസ്സലാമിനോട് ഈ കാര്യങ്ങളെല്ലാം പടച്ചോൻ പറഞ്ഞു കൊടുത്ത്, ഇന്ന് കഴിക്കരുത്, കഴിക്കരുത് എന്നല്ല അള്ളാഹ് പറഞ്ഞത്, വലാ തഖറബ, അതിനോട് അടുത്ത് പോകരുത്, വലാ തഖറബ ഹാദിഹി ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ അതിന്റെ അടുത്തെത്തി പോകരുത്. അടുത്ത് പോയാൽ നിങ്ങൾ എന്ത് ചെയ്തു? ലാലിമ്യങ്ങളായി പോകും. കുറച്ചങ്ങനെ പോയി പിന്നെ തിന്നാൻ തോന്നുന്നു, തിന്നു, അങ്ങനത്തെ പ്രശ്നം വരും. ഈ ഈ വിരോധന അള്ളാഹു താല ചെയ്തപ്പോ ആദം നബി അവിടുന്ന് ആ ഭാഗത്തു നിന്ന് തന്നെ അങ്ങ് പോയി. ആ ഭാഗത്തുള്ള ഒരു മരം ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്, ഈ മരത്തുനിന്ന് തിന്നരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ മരത്തുനിന്ന് ആദം നബി തിന്നിട്ടില്ല. അങ്ങനെ ആദം നബി അവിടുന്ന് വിട്ട് പിന്നെ അങ്ങനെ പോകുന്ന സമയത്ത് സ്വർഗത്തിന്റെ ആ ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് ഇയാളിങ്ങനെ വേദ പറയാണ്. ആര്? നമ്മളെ ഇബ്ലീസ്. നിങ്ങള് ആ പടച്ചോൻ കഴിക്കണം എന്ന് പറഞ്ഞ മരം ഉണ്ടല്ലോ, അവിടെ പോയി എന്തായാലും ആ പഴം കഴിക്കണം. അത് കഴിച്ചാലേ നിങ്ങൾ എന്താവുള്ളൂ, കാലാകാലങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കപ്പെടും. സോ നിങ്ങൾ അവിടുന്ന് പോയി കഴിക്കണം. ഇത് എന്നോടോ നിങ്ങളോടോ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തേരം മനസ്സിലാവില്ല. സ്വർഗത്തിന്റെ പുറത്ത് നിന്നിട്ട് ഒരു ചെങ്ങായ പറയുന്നത് ഇത് ഇബ്ലീസ് ആണെന്നുള്ളത് ആദ്യം നബിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനോ നിങ്ങളാണെങ്കിൽ അത് കേട്ടിട്ട് പോയി കഴിക്കോ? ഇല്ല. പിന്നെ ആദം നബി പോയി കഴിച്ചു എന്ന് പറയരുത്. ഒരു കേവല ബുദ്ധി വെച്ചിട്ട് അങ്ങ് ചിന്തിച്ചാൽ മതി. ആദം നബി ആ പറഞ്ഞത് കേട്ടിട്ടില്ല, ഇബ്ലീസ് പറഞ്ഞത് ചെവി കൊണ്ടിട്ടില്ല ആദം നബി. ആദം നബി പോയി, ഇബ്ലീസിന്റെ വാക്ക് ഒരു നിലക്കും അത് കേൾക്കാതെ ആദം നബി വീണ്ടും അവിടുന്ന് പോയി.
പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ആദം നബി വീണ്ടും ആ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താണ്, ആ വിലക്കപ്പെട്ട പഴത്തിന്റെ അടുത്ത്. ആദം നബിക്കും ഹവ്വാ ബീവിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്തതല്ലേ സ്വർഗത്തില്. ഞാന് ഞാന് നിങ്ങളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇവിടെ ഖത്തർ അമീർ തമീം എന്ത് ചെയ്തു, മൂപ്പരെ വീട്ടിൽ ക്ഷണിച്ച് നമുക്ക് മൂന്നാല് തരം ഭക്ഷണങ്ങൾ വെച്ച് തന്ന്. മൂപ്പര് കഴിക്കുന്നൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്ന. അതിൽ 2 പ്ലേറ്റിലുള്ള സാധനം നമ്മൾ തീരെ തൊട്ടില്ലാന്ന് തൊട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അത് ഞാൻ തൊടാതിരുന്നാല് അമീറിന് എന്ത് തോന്നും എന്നൊരു വിചാരം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവൂലേ? വേണ്ട, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ഭാര്യ വീട്ടിൽ ചെല്ലുന്ന ഒരു അവസ്ഥ ആലോചിക്കാം. ഭാര്യന്റെ ഉമ്മ കുറെ 3-4 തരം ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ 1-2 തീരെ കൈയിടുന്നില്ല, തീരെ അത് എടുക്കുന്നില്ല, അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മാക്കൊരു വിഷമം ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? നിങ്ങളൊന്ന് പറ. ഉണ്ടാവും. അപ്പൊ അള്ളാഹു തആല ആ രൂപത്തിൽ സംവിധാനിച്ച ഒരു ഏരിയ തന്നെ ഉണ്ട്. ആ ഏരിയ തന്നെ ആദം നബി തൊട്ടിട്ടില്ല. അപ്പൊ ആദം നബി ചിന്തിക്കുന്ന എന്താ, ഞാൻ എന്നോട് ഒരു മരത്തുനിന്ന് കഴിക്കരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പിന്നെ എന്തിനാ ഈ ഇപ്പുറത്തുള്ള ഒരു മരത്തുനിന്നും കഴിക്കാതെ പോകുന്ന എന്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ മരമാണ് കഴിക്കരുത് എന്ന് പറഞ്ഞേ, ആ മരത്തുനിന്ന് കഴിക്കുന്നില്ല, ആ മരത്തിന്റെ ഇനത്തിൽപ്പെട്ട തൊട്ടിപ്പുറത്തുള്ള വേറെ മരത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അത് കഴിച്ചാലല്ലേ പടച്ചവന് ഇഷ്ടം ഉണ്ടാവാന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് കറക്റ്റ് ആലോചിച്ചോളൂ, എന്നോടൊപ്പം തന്നെ നിന്നോളി. ഭാര്യ വീട്ടിൽ ചെന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കി വെച്ച ഒരു ഫുഡ്, ആ ഒരു ഫുഡ് പ്ലേറ്റിൽ തീരെ കൈയിട്ടിട്ടില്ല, അതിൽ ഒരു പഴം എടുക്കരുത് എന്നോട് പറഞ്ഞേ. ഞാൻ അതിൽ നിന്ന് തീരെ എവിടെയും തൊടാതിരുന്നാലോ? അത് പടച്ചോനിക്ക് വിഷമാവൂലേ? എന്ന് വെച്ചാല് പടച്ചോനോട് കാണിക്കുന്ന നന്ദി കേടല്ലേ എന്ന് ആലോചിച്ച ആദം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു, വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് ആ മരത്തിന്റെ അടുത്ത് തന്നെ പോയിട്ടില്ല. പോയി എന്നല്ല അതിന്റെ അർത്ഥം, അതിന്റെ ഇനത്തിൽപ്പെട്ട വേറെ മരത്തിൽ നിന്നാണ് എന്ത് ചെയ്തത്, ആദം നബി ആ ഫലം കഴിച്ചത്. ആദം നബി എന്താ ചെയ്തത്? അള്ളാഹ് അത് കഴിക്കരുതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ മരം, ഹാദിഹി ഷജറത്ത എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഹാദിഹി എന്ന് പറയുന്ന ഇഷാറത്താണ്. ഈ എന്ന് നമ്മൾ മലയാളത്തിൽ പറയൂലേ, ഈ മരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ആ മരം എന്നല്ല ഉദ്ദേശമുള്ളൂ, അല്ല അതിന്റെ ഒരു ഇനത്തിൽ നിന്നും കഴിക്കരുത് എന്ന് വരുന്നില്ലല്ലോ. അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു മരത്തിൽ നിന്ന് ആദം നബി കഴിച്ചു. എന്തുദ്ദേശിച്ചിട്ടാ കഴിച്ചത്? അങ്ങനെ കഴിക്കലാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട്, അള്ളാഹ് അതാണ് പൊരുത്തണ്ടാവുക എന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അത് കഴിച്ചത്. പക്ഷെ അവിടെ വേറൊരു സംഭവം ഉണ്ട്. ആദം നബീനെ പടക്കുന്നതിന് മുന്നേ തന്നെ അള്ളാഹ് മലക്കുകളോട് എന്താ ചോദിച്ചേ? പറയ്. ആദം നബീനെ പടക്കുന്നതിന് മുന്നേ തന്നെ മലക്കുകളോട് എന്താ ചോദിച്ചേ? ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന് അള്ളാഹു ചോദിച്ചേ. ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കട്ടെ എന്ന് അള്ളാഹ് ചോദിച്ചേ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. അപ്പോ ആദം നബിയെ പടക്കുന്നതിന് മുന്നേ തന്നെ എവിടത്തേക്ക് അയക്കാനാണ് തീരുമാനിച്ചത്? ഭൂമിക്ക് അയക്കാനാണ്. ഇപ്പൊ ആള് സ്വർഗത്തിലാണ് ഉള്ളത്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് നമുക്ക് എന്താക്കണം, അവിടെ കൊണ്ടാക്കണം. ഇപ്പൊ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കേ. കുട്ടീനെ എന്താക്കാണ് നിങ്ങൾ തീരുമാനിക്കുന്ന എന്താ? കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ, ഗർഭസമയത്ത് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താ? കുട്ടിയെ നല്ലൊരു ഹാഫിളാക്കണം എന്ന് ആഗ്രഹിച്ച്. കുട്ടി വലുതായി, ഒരു 4-5 വയസ്സൊക്കെ ആയി, ഹിഫ്ലിന് പോകുന്ന കോലൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടാക്കണം. അപ്പൊ എന്ത് പറഞ്ഞു? കുട്ടീനോട് പറഞ്ഞ്, ഏയ്, അപ്പൊ എന്ത് ചെയ്ത്? കുട്ടി പൊരയിൽ എന്തേലും ചെറിയൊരു എന്തോ ഒരു കാര്യം ചെയ്ത് അതിനെ ഭയങ്കര പ്രശ്നമായിട്ട് അവതരിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അവനായിട്ട് പഠിക്കാൻ കൊണ്ടാക്കി. ഇനി ഇവിടെ നിന്ന് നന്നാവൂല. നമ്മൾ ആദ്യ ഉദ്ദേശം എന്താ? അവനെ പഠിക്കാൻ കൊണ്ടാക്കലാണ്. എന്നതുപോലെ അള്ളാഹ് ഓൾറെഡി മലക്കുകളോട് പറഞ്ഞ് ഭൂമിയിലേക്ക് അയക്കാനാണ് ആദം നബീനെ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നത്. ജായിലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്കാണ് പ്രതിനിധി അയക്കുന്നത്. അപ്പോ ഈ സ്വർഗത്തിൽ നിൽക്കുന്ന പ്രതിനിധിയെ ഒരു കാരണമില്ലാതെ ഭൂമിയിൽ കൊണ്ടാക്കിയാൽ ഭയങ്കര വിഷമായിരിക്കും ആദം നബിക്ക്, സഹിക്കാൻ കഴിയൂല. അപ്പോ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും
അങ്ങനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാനായിരുന്നു അള്ളാഹുവിന്റെ ഹിക്മത്ത്. അതല്ലാതെ ആദം നബി തെറ്റ് ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കരുത്. കാരണം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം അള്ളാന്റെ ഔലിയാക്കന്മാരെന്നെ ചെയ്യൂല. ഹറാമായ കാര്യങ്ങൾ വിലായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ മർത്തവയ്ക്ക് ശേഷം ഹറാമ് ചെയ്യൂല. അവര് തന്നെ ചെയ്യാത്ത, തീർച്ചയായും ചെയ്യരുത് വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ നബി ചെയ്യാം? ഒരിക്കലും നബി ചെയ്തിട്ടില്ല. ഇബിലീസിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇബിലീസ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഇബിലീസിനെയും നബി പിന്തുടരൂല. അപ്പൊ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു പ്രഖ്യാപനം നടത്തിയതാ. ആദം നബീനെ ഒന്ന് ഇവിടുന്ന് എന്താ പറയാ ഭൂമിയിലേക്ക് അയക്കാൻ ആദം നബീനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലെത്തിയപ്പോ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധത്തിലാണ് ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തത്, ദുആ ചെയ്തത്, തൗബ ചെയ്തു എന്നൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് ആ തൗബ? ഫതാബ അലൈഹി, അല്ലാഹു തആല തൗബ സ്വീകരിച്ചു എന്നുണ്ട്. അള്ളാഹിനോട് ദുആ ചെയ്തു. അത് വലിയ ആളുകൾക്ക്, നബിമാർക്ക് അവരെ ജീവിതത്തിൽ ഹറാമും ചെറുദോഷവും വൻദോഷവും കറാഹത്തും ഇതൊന്നും സംഭവിക്കൂല. എന്നാലും അതിന്റെയൊക്കെ എത്രയോ താഴെയുള്ള ഒരു സാധനമാണ് ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്നറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ്സിൽ എപ്പോഴും തെറിച്ച് നടക്കുന്ന, ഒരു ദിവസം പഠിക്കാതെ വരുന്ന ഒരു കുട്ടിയുണ്ടെന്ന് കരുതുക. എന്നും പഠിച്ചു വരുന്ന, എല്ലാ പരീക്ഷയ്ക്കും ഫുൾ മാർക്ക് വാങ്ങുന്ന, ഉസ്താദുമാരെ കണ്ണിൽ ഉണ്ണിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ടെന്നും കരുതുക. ഈ കണ്ണിൽ ഉണ്ണിയായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്ത് ഒരു ദിവസം ക്ലാസ്സിൽ കുറച്ചൊരു 5 മിനിറ്റ് വൈകി വന്ന്, ഒരു 3 മിനിറ്റ് വൈകി വന്ന്, അത് ഉസ്താദിന് ഭയങ്കര വിഷമമായിരിക്കും. അതേസമയം ഈ തെറിച്ച് നടക്കുന്ന ആള് 3 മിനിറ്റ് വൈകി വന്നാൽ ഒരു 5 മിനിറ്റും കൂടി വൈകിക്കോട്ടെ എന്ന് ഉസ്താദ് വിചാരിക്കാം. കാരണം ഓൻ ഏതായാലും പഠിക്കൂല, ക്ലാസ്സിൽ വന്നാൽ ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂല. ഏതൊരു കുട്ടിയാന്ന് കുട്ടിക്കോ. അപ്പോ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 3 മിനിറ്റ് വൈകുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ കുട്ടി ഒരു 3 മിനിറ്റ് വൈകി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ലെങ്കിലും ഈ വളരെ അടുത്ത ഈ ഉസ്താദിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള ഈ കുട്ടി ചെയ്യുമ്പോൾ അത് ഒരു തെറ്റിന്റെ സ്ഥാനത്തായിട്ടാണ് കണക്കാക്കുക, തെറ്റല്ല. നമുക്ക് ഉദാഹരണം മനസ്സിലാവുന്നുണ്ടോ? നബിമാര് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത, അത്രയും ഉയരത്തിലുള്ള സ്ഥാനത്തിന് അർഹരാണ് നബിമാര്. ആദം നബി എന്ന് പറയുന്നത്, മറ്റു നബിമാരെല്ലാരും അവര് മനുഷ്യന്മാര് ചെയ്യുന്ന ഒരു തെറ്റും ഒരു കറാത്തും ചെയ്യൂല നമ്മൾ പറഞ്ഞത്. അതേ സമയത്ത് അവരെ ഭാഗത്ത് നിന്ന് അവര് നല്ല വിചാരിച്ചിട്ട് ചില കാര്യം ചെയ്താലും ചിലപ്പോൾ അത് എന്തായിരിക്കൂല, അള്ളാഹു ഉദ്ദേശിച്ചതിന് ആ ഒരു സാധനം ആയിരിക്കൂല അവര് ചെയ്തിട്ടുണ്ടാവുക. എന്ന കാരണം കൊണ്ട് അവരെന്ത് ചെയ്യും, ചിലപ്പോ ഹസനാത്തുൽ അബ്റാർ സയ്യിആത്തുൽ മുഖറബീൻ, വളരെ നല്ല ആളുകൾ തന്നെ അവരുടെ തെറ്റുകൾ പോലും, നല്ല ആളുകളുടെ തെറ്റുകൾ പോലും മുഖറബീങ്ങൾ, നല്ല ആളുകളുടെ അടുത്ത്, പിന്നെ ഹസനാത്തുൽ അബ്റാർ, അബ്റാറായ വളരെ നല്ലവരായ ആളുകൾ, വലിയ ഉന്നത സ്ഥാനത്തിലുള്ള ആളുകൾ, എന്താ പറയാ, ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളവരല്ല, അതാണ് മുഖറബീങ്ങൾ. നമ്മുടെ ഹസനാത്ത്, ഇപ്പൊ നമ്മളാണ് ആദം നബി ചെയ്തതുപോലെ ചെയ്തതെങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ സ്ഥാനത്തിന് അർഹരാകും, നമ്മൾ വലിയ ആൾക്കാരാവും. പക്ഷെ ആദം നബി എന്ന് പറയുന്നത് നമ്മളെക്കാൾ എത്രയോ മേലുള്ള ആളാ പടച്ചോന്റെ അടുത്ത്. ആദം നബി അത് ചെയ്യുമ്പോ അതൊരു തെറ്റിന്റെ ഒക്കെ പോലെയാണ് എന്ന നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് മുഴുവൻ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും പൂർവ്വകാല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. പലരും പല രൂപത്തിലാണ് വിശദീകരിച്ചത്. ആദം നബി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയത്ത് തെറ്റ് ചെയ്യാതിരുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പല രൂപത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ഏറ്റവും ഒരു സംശയത്തിനും ഇടവരുത്താത്ത വിശദീകരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിക്കോ?
നിങ്ങൾക്ക് മനസ്സിലായിക്കോ? ആദൻ നബി അലൈഹിസ്സലാമോ ഒരു നബിയും ആദൻ നബി ഉൾപ്പെടെ ഒരു നബിയും നമ്മൾ ചെയ്യുന്ന ചെറുദോഷമോ വൻദോഷമോ കറാഹത്തോ ഒന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കൂല. അപ്പോ ആദൻ നബി അലൈഹിസ്സലാമ് വിലക്കപ്പെട്ട പഴം കഴിച്ചു എന്ന് പറയുന്നത് അത് നേരെ ഖുർആന്റെ ട്രാൻസ്ലേഷൻ ആണ്. അങ്ങനെ വിലക്കപ്പെട്ട പഴം ആദൻ നബി കഴിച്ചിട്ടില്ല. വിലക്കപ്പെട്ട മരത്തിനോട് അടുത്തിട്ട് പോലുമില്ല. വിലക്കപ്പെട്ട പഴത്തിന്റെ ഇനത്തിൽ നിന്നാണ് കഴിച്ചത്. ഒരു പഴം എന്ന് പറയുമ്പോൾ ഒരു പഴം, ഒരു മരം, അതിന്റെ ഇനത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ മറ്റൊരു മരത്തിൽ നിന്ന് അതേ ഇനത്തിലുള്ള പഴം കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചത് അത് ഇത്രയും എനിക്ക് വേണ്ടിയല്ലേ ഈ കാണുന്ന സ്വർഗം മൊത്തം ഉണ്ടാക്കിയത്. എന്നിട്ട് ഒരു ഏരിയയിലുള്ള ഫുഡ് തീരെ, ഒരു മരങ്ങൾ ഞാൻ തീരെ ഒന്നും അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ ആ പടച്ചോന് ചെയ്യുന്ന നന്ദി കേടല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് അവർ ചെയ്തത്. അത് നമ്മളായിരുന്നു ചെയ്യുന്നുവെങ്കിൽ പടച്ചോന് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളങ്ങനെ ചെയ്താല്. പക്ഷെ നബിമാര് എന്ന് പറയുന്നത് അള്ളാഹിന്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ അവർ വലിയ സ്ഥാനത്ത്, അതിന്റെ മുകളിൽ സ്ഥാനമുള്ള ആളുകളാണ് നബിമാര് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബിമാർ അത് ചെയ്തെന്ന് വരുമ്പോ അപ്പോ ഒന്നുകൂടി പടച്ചോന്റെ അടുത്ത് കുറച്ച് ഗൗരവമുള്ള സാധനമാണ്. ഇപ്പൊ പടച്ചോൻ എന്ത് ചെയ്ത് അതിന്റെ പേരിൽ ആദം നബീനെ ഏതായാലും ഭൂമിക്ക് പറഞ്ഞേക്കാൻ ഉണ്ടാക്കിയത് തന്നെ, അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ തീരുമാനപ്രകാരം എന്ത് ചെയ്ത് അതിന്റെ പേരിൽ ഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഒരു ഹദീസ് ഉണ്ട്, മിഷ്കാത്തുൽ മസാബീഹിലുള്ള ഒരു ഹദീസ്. ബർസഖിയ ലോകത്ത് വെച്ച് ആദം നബിയും മൂസാ നബിയും കൂടെ തർക്കിക്കാണ്. മൂസാ നബി ചോദിക്കുകയാണ്, ഹദീസാണ് നോക്കി, മൂസാ നബി ചോദിക്കുകയാണ്, എല്ലാ ആദം നബി നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? നിങ്ങൾ അന്ന് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തോണ്ടല്ലേ നമ്മളിപ്പോ ഇങ്ങ് പോരണ്ടേ വന്നത്. അപ്പോ ആദം നബി ചോദിച്ചതേ, നിങ്ങളുടെ അടുത്ത് തൗറാത്തില്ലേ? തൗറാത്തുണ്ട്. തൗറാത്തില് എന്നെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി പടച്ചെന്നുള്ള സംഭവമില്ലേ? ആ അതുണ്ട്. പിന്നെന്താ നീ പറയുന്നത്? നിനക്ക് മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? വിശുദ്ധ ഖുർആനിലില്ലേ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യ നബിയെ പടച്ചതെന്നുള്ളത്. അപ്പൊ ഭൂമിയിലേക്ക് ആ അപ്പൊ അല്ലാതെ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇനി അവിടെ നിൽക്കാൻ പറ്റൂല, പോയിക്കോ, പറ്റ വടക്കായി പോയി എന്ന് അങ്ങനെ ഒരു പാവ അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. പക്ഷെ ആദ്യ നബി തോപ ചെയ്തിട്ടുണ്ടോ? തോപ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ആളുകള് അവര് നമ്മുടെ ഭാഗത്തും ചെയ്ത നല്ല കാര്യമാകുന്ന കാര്യം പോലും അവരുടെ അടുത്ത് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ അവര് തോപയൊക്കെ ചെയ്യും. അപ്പൊ പടച്ചവൻ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുകയും ചെയ്തു എന്നേ ഉള്ളൂ. അതൊരിക്കലും തെറ്റല്ല. കാരണം നമ്മുടെ വിശ്വാസം എന്താ? അടിസ്ഥാനപരമായ വിശ്വാസം എന്താ? നബിമാരിൽ നിന്ന് തെറ്റ് സംഭവിക്കൂല. കാരണം നിങ്ങൾ തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ് നബിമാര്. ഓരെന്നെ തെറ്റ് ചെയ്താൽ പിന്നെ എന്ത് കഥയാ? ഒരു ചെറിയൊരു ബുദ്ധി വെച്ച് ആലോചിച്ചാൽ പോരെ, അവരൊന്നും തെറ്റ് സംഭവിക്കൂല. കാരണം അവരാണ് ആൾക്കാരെ നന്നാക്കാൻ വരുന്ന ആളുകൾ. അതും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇനായത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവര്. ചെറുപ്പ സമയത്ത് പോലും ജനിച്ചത് മുതൽ നുബുവത്തിന് മുന്നെയോ നുബുവത്തിന് ശേഷമോ, കറക്റ്റ് ശ്രദ്ധിച്ചോളി, ജനനം മുതൽ നുബുവത്തിന് മുന്നെയോ ശേഷമോ ചെറുദോഷമോ വൻദോഷമോ കറാഹത്തോ ഇവയിൽ ഒന്നും തന്നെ നബിമാരുടെ ജീവിതത്തിൽ സംഭവിക്കൂല. അങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഏതൊക്കെ സംഭവങ്ങളുണ്ടോ വിശുദ്ധ ഖുർആനിൽ, ഏതൊക്കെ ആയത്തുകളുണ്ടോ, അതിന്റെ ഡിക്ഷണറി വെച്ചിട്ടുള്ള ഭാഷാർത്ഥ പ്രകാരം പറഞ്ഞാല് ആദം നബി തെറ്റ് ചെയ്തു അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാല് അത് വാസ്തവ വിരുദ്ധമാണ്. അത് സത്യത്തോട് നിരക്കാത്തതാണ്. പ്രമാണങ്ങൾ വായിക്കാൻ അറിയാതെ ഡിക്ഷണറി വെച്ച് വായിച്ചിട്ടുള്ള വായനകളാണ്. അതിലൊന്നും സുന്നികളായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മനസ്സിലാക്കി ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ പെട്ടുപോകരുത്. നബിമാർ ആരും തെറ്റ് ചെയ്തിട്ടില്ല, ആദം നബിയും തെറ്റ് ചെയ്തിട്ടില്ല, ചെറുദോഷം ചെയ്തിട്ടില്ല, വൻദോഷം ചെയ്തിട്ടില്ല. ഈ വിഷയം മനസ്സിലായില്ലേ? പിന്നെ നമ്മളെ ആ മൂസാ നബി ഒരുത്തറെ കൊന്നിട്ടുണ്ട് എന്നുള്ള സംഭവമാണ് പിന്നെയുള്ള ഡൗട്ട്. അത് ഞാൻ ചുരുക്കിയിട്ട് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ്. മൂസാ നബി ഒരാളെ അടിച്ചിട്ടുണ്ട്. അടിച്ചപ്പോ മൂസാ നബീന്റെ വിഭാഗത്തിൽപ്പെട്ട ബനു ഇസ്രയേലിൽപ്പെട്ട ഒരുത്തരെ ഫിർഔന്റെ കുടുംബക്കാരനായ ഒരു കിബുത്തി മർദ്ദിക്കുന്നത് കണ്ടു. അങ്ങനെ മൂസാ നബി പിടിച്ചു വെച്ചു.
മൂസാ നബീന്റെ കൊള്ള വന്നപ്പോ ഒരു ചെറിയൊരു അടി കൊടുത്ത്, ആ അടിയിൽ തന്നെ മൂപ്പരങ്ങ് മരിച്ചുപോയി. ആ അടിയിൽ തന്നെ മൂപ്പര് മരിച്ചുപോയി. ആ സംഭവം തെറ്റാവൂല. തെറ്റാവണമെങ്കിൽ ഒരാളെ അകാരണം എങ്ങനെ അടിക്കണം? അകാരണം കൊലപ്പെടുത്താൻ വേണ്ടി അടിച്ചാലേ തെറ്റാവുള്ളൂ. മൂസാ നബി അങ്ങനെ അടിച്ചതല്ല, മൂസാ നബി പ്രതിരോധിച്ചതാണ്. ഇപ്പോ നിങ്ങൾ ഒരാൾ വന്നിട്ട് ആക്രമിക്കുന്നു കൂട്ട്, നിങ്ങൾ പ്രതിരോധിക്കൂലേ? ഒരാൾ വന്ന് കത്തിയെടുത്ത് നിങ്ങളെ കഴുത്ത് വെട്ടാൻ നിന്നാൽ നിങ്ങൾ ഇങ്ങനെ കഴുത്ത് കാണിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. മൂസാ നബി പ്രതിരോധിച്ചു, ചോദിക്കാൻ പോയി. അപ്പൊ മൂസാ നബിക്ക് കൊള്ള വന്നപ്പോ മൂസാ നബി പ്രതിരോധിച്ചു. പെട്ടെന്ന് മൂപ്പര് ആ ഒരു അടി കിട്ടിയപ്പോ തന്നെ അടിച്ച് വീണ് മരിച്ചുപോയി. ഇപ്പൊ മൂസാ നബിക്ക് എന്ത് വെച്ചു? അപ്പോ തന്റെ സഹോദരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വരുന്ന ഒരാളെ മൂസാ നബി തടഞ്ഞു വെച്ചു. അത് മൂസാ നബിക്ക് കൊള്ള വന്നപ്പോ മൂസാ നബി പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തിൽ ആ മനുഷ്യൻ മരിച്ചു. ഇപ്പൊ ഞാനാണ് ചെയ്തതെന്ന് കൂട്ടി നിങ്ങള്, അല്ലെ നിങ്ങളാണ് ചെയ്തതെന്ന് കൂട്ടിക്കോ. നിങ്ങളുടെ വിഷയത്തിൽ അതൊരു തെറ്റായിട്ട് ആരെങ്കിലും പറയോ? നിങ്ങളൊന്ന് പറയും. നിങ്ങളെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാൾ കത്തിയെടുത്ത് വന്ന് നിങ്ങൾ ആക്രമിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ വീട്ടിലുള്ള ആരെങ്കിലും ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ പിടിച്ചേക്കാൻ പോയി, നിങ്ങൾ ഒന്ന് കൊടുത്തു, അയാൾ മരിച്ചുപോയി. തെറ്റായിട്ട് ആരെങ്കിലും പറയോ? ഇല്ല, അത് തെറ്റല്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ അടുത്ത് അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ അവരെ സ്ഥാനത്തിന് യോജിച്ചതല്ല, അതിൽ അവർക്ക് എന്താ റോൾ ഉണ്ടോ? ഇല്ല, അള്ളാഹ് ആദ്യം തീരുമാനിച്ച അള്ളാഹു ഖദറാണ്. അപ്പൊ അവര് ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥത്തിലുള്ള തെറ്റ് അവര് ചെയ്യുകയില്ല. ചെറുദോഷം ചെയ്യൂല, വൻദോഷം ചെയ്യൂല, കറാഹത്തും ചെയ്യൂല. അള്ളാന്റെ അടുത്ത് അത്ര അടുത്തിട്ടുള്ള ആള് ചെയ്യാ ഒരു പക്ഷേ എന്താ ഈ സംഭവം തന്നെ അള്ളാന്റെ അടുത്ത് മോശമാണ് എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നബിയുടെ സംഭവമാണ് നമുക്കിപ്പോ വിശദീകരിക്കേണ്ട വന്നത്. കാരണം കൃത്യമായിട്ട് നബിയെ ബാഹ്യമായിട്ട് ആക്ഷേപിക്കുന്ന ഭാഷ ഉണ്ട് ഖുറാനിൽ. അതിന്റെ അർത്ഥമാണ് ഞാൻ ഇപ്പൊ വിശദീകരിച്ചത്. അപ്പോ അവര് കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, പ്രതിരോധിച്ചതാണ്. അത് തന്നെ പ്രതിരോധത്തിന്റെ ഭാഗമായി ചെയ്തപ്പോ അയാൾ മരിച്ചു. അയാൾക്ക് അങ്ങനെയാണ് വിധി എന്ന് മനസ്സിലാക്കിയാൽ മതി. അയാൾ അക്രമിയായ ആളാണ്, ഈ കൊല്ലപ്പെട്ട ആള്. എന്തോ ഡൗട്ട് ഉണ്ടോ? ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്താണ് എന്താ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി, പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.